നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ സൗഹൃദ മത്സരത്തിൽ വമ്പന്മാരായ ബ്രസീലിന് സമനില വഴങ്ങേണ്ടി വന്നിരുന്നു. അമേരിക്കയായിരുന്നു അവരെ സമനിലയിൽ തളച്ചത്. രണ്ട് ടീമുകളും ഓരോ ഗോളുകൾ വീതം നേടുകയായിരുന്നു. ബ്രസീലിന് വേണ്ടി റോഡ്രിഗോ ഗോൾ നേടിയപ്പോൾ അമേരിക്കയുടെ സമനില ഗോൾ നേടിയത് ക്രിസ്ത്യൻ പുലിസിച്ചാണ്. മത്സരത്തിന്റെ അവസാന 25 മിനിറ്റുകളാണ് യുവ സൂപ്പർ താരം എൻട്രിക്ക് ബ്രസീലിന് വേണ്ടി കളിച്ചിട്ടുള്ളത്. ഈ മത്സരത്തിൽ ഗോൾ നേടുന്നതിൽ എൻട്രിക്ക് പരാജയപ്പെട്ടിരുന്നു. അതിനു മുന്നേ നടന്ന 3 മത്സരങ്ങളിലും എൻട്രിക്ക് ബ്രസീലിന് വേണ്ടി ഗോളുകൾ നേടിയിരുന്നു. അങ്ങനെ ബ്രസീലിയൻ ഇതിഹാസമായ പെലെയുടെ റെക്കോർഡിനൊപ്പം എത്താൻ അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്തിരുന്നു. ഇംഗ്ലണ്ടിനെതിരെ വെംബ്ലിയിൽ വെച്ചും സ്പെയിനിനെതിരെ സാന്റിയാഗോ ബെർണാബുവിൽ വെച്ചും ഗോൾ നേടിയ താരമാണ് എൻട്രിക്ക്. കൂടാതെ കഴിഞ്ഞ മെക്സിക്കോക്കെതിരെയുള്ള സൗഹൃദ മത്സരത്തിൽ ബ്രസീലിന്റെ വിജയ ഗോൾ നേടിയത് എൻട്രിക്ക് തന്നെയായിരുന്നു. ഇതോടുകൂടിയായിരുന്നു അദ്ദേഹം പെലെയുടെ റെക്കോർഡിനൊപ്പം എത്തിയിരുന്നത്. അതായത് 18 വയസ്സിന് മുന്നേ ബ്രസീൽ ദേശീയ ടീമിന് വേണ്ടി തുടർച്ചയായി 3 മത്സരങ്ങളിൽ ഗോളുകൾ നേടിയ താരം എന്ന റെക്കോർഡ് പെലെയുടെ പേരിലായിരുന്നു. ഈ റെക്കോർഡിന് ഒപ്പമെത്താൻ എൻട്രിക്കിന് സാധിക്കുകയും ചെയ്തു. എന്നാൽ കഴിഞ്ഞ അമേരിക്കക്കെതിരെയുള്ള മത്സരത്തിൽ ഗോൾ നേടാൻ പരാജയപ്പെട്ടതോടുകൂടി പെലെയെ മറികടക്കാനുള്ള ഒരു അവസരമാണ് താരത്തിന് നഷ്ടമായിട്ടുള്ളത്. ഗോൾ നേടിയിരുന്നുവെങ്കിൽ 18 വയസ്സ് പൂർത്തിയാകുന്നതിന് മുൻപേ ബ്രസീൽ ദേശീയ ടീമിന് വേണ്ടി തുടർച്ചയായി 4 മത്സരങ്ങളിൽ ഗോളുകൾ നേടുന്ന ആദ്യത്തെ താരമായി മാറാൻ എൻട്രിക്കിന് സാധിക്കുമായിരുന്നു. ഈ റെക്കോർഡ് സ്വന്തമാക്കാൻ ഇനിയും എൻട്രിക്കിന് മുന്നിൽ അവസരമുണ്ട്. അതായത് ജൂലൈ 21-ാം തീയതിയാണ് താരത്തിന് 18 വയസ്സ് പൂർത്തിയാവുക. അതിനു മുൻപ് ബ്രസീൽ കോപ്പ അമേരിക്കയിൽ മത്സരങ്ങൾ കളിക്കുന്നുണ്ട്. കോപ്പ അമേരിക്കയിലെ 4 മത്സരങ്ങളിൽ തുടർച്ചയായി ഗോളുകൾ നേടാൻ കഴിഞ്ഞാൽ തീർച്ചയായും എൻട്രിക്കിന് ഈ ഒരു റെക്കോർഡ് തനിച്ച് സ്വന്തമാക്കാൻ സാധിക്കും. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കാണാം.